ഞങ്ങൾ കാവടിയാണ് ഇതിനെയാണ് കഴിച്ചത്. മിഥുനെ ഇതാ ബക്കറ്റ് കൊണ്ട് അവിടെ വെക്ക്. ഇതിനെ ബക്കറ്റ് എന്തോ ഒന്നാന്തി ഐ ഇത് ഇതൊക്കെ കുറയല്ലോ വെച്ച് ഇങ്ങനെ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കാവടിയാട്ടത്തിന് പോവാണേ. അപ്പം ഞാനും പേരപ്പനും പേരമ്മയും ഇതിനെയായിട്ടാണ് ഞങ്ങൾ കാവടിയാട്ടത്തിന് പോകുന്നത്. അമ്മ വന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വണ്ടിക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് കാവടി നിന്ന് കാണാമെന്ന് കരുതിയാണ്. കാവടിയുടെ കൂടെ ഒന്നും ഈ വട്ടം പോകുന്നില്ലായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു നടന്ന്. നമ്മൾ ഹൈവേയിൽ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നടന്നായിരുന്നു പോയത്. അപ്പോൾ അവന് ഈ രുദ്രനാണെങ്കിൽ ഭയങ്കര മൂശാട്ടയായിരുന്നു. ആരുടെ കയ്യിൽ പോകുന്നില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അതുപോലെ ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര വെയിലുമായിരുന്നു. ഞങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നല്ല വെയിൽ വന്നായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട് എല്ലാ വട്ടത്തെക്കാട്ടിലും. കുറേ വട്ടമൊക്കെ രുദ്രനാവുന്നതിന് മുന്നേയൊക്കെ ഞങ്ങൾ നടന്നു പോകുമായിരുന്നു കാവടിയുടെ കൂടെ. പിന്നെ ഇവനെയും കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ വട്ടം വണ്ടിയല്ല പോയത്. നമ്മൾ ഈ വട്ടം താമസിച്ച് പോയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നിന്ന് കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പം കുറച്ചൊക്കെ ആദ്യമൊക്കെ ഒട്ടും കാണാൻ പറ്റുന്നില്ല. നാളെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അത് നല്ലപോലെ കാണാനേ പറ്റുന്നില്ലായിരുന്നു. രുദ്രനും ഇതിനെയും കൂടെ കാറി ഇരുന്ന് ഭയങ്കര വഴക്കായിരുന്നു. അതായി കാണുന്നത്. ഭയങ്കര അടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും വഴക്കും ഒക്കെ ആയിരുന്നു. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര അടിയാണ്. പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെണ്ടമേളം കേൾക്കാൻ തുടങ്ങിയപ്പോൾ രുദ്രൻ തുള്ളലെന്ന് പറഞ്ഞാൽ ഭയങ്കര തുള്ളലായിരുന്നു. എല്ലാവരും അങ്ങ് രുദ്രനെ ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ പറഞ്ഞ് രുദ്രൻ ഭയങ്കര തുള്ളലും ഒക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ തുള്ളി കണ്ട് അമ്പലത്തിനകത്തൊക്കെ കയറി കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പലത്തിനകത്തോട്ടൊന്നും കാവടിയൊന്നും അങ്ങനെ വരുന്നില്ല. നേരത്തെ കൂട്ടമായിട്ടായിരുന്നു കാവടിയൊക്കെ വന്ന് നമുക്ക് അമ്പലത്തിൽ നിന്ന് കാണാമായിരുന്നു. ഈ വട്ടം പക്ഷെ അങ്ങനെയൊന്നും വന്നൊന്നുമില്ല. 1-2 കാവടിയൊക്കെ ഇങ്ങനെ കയറുന്നതായിട്ട് ഞങ്ങൾ അന്നേരം കണ്ടുള്ളൂ. കൂട്ടക്കാവടിയൊന്നും വരുന്ന് കയറുന്നതായിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ അമ്പലത്തിൽ കുറേ നേരം നിന്നു.
സത്യമാണ് ശരിക്കുമാണോ? അല്ല. മതിയോ? പോസിട്ട് നിക്ക്. എല്ലാരെയും കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അടുത്തോട്ട് പോവാൻ ഗൈസ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ ഇതിന് പിന്നെ തൈപ്പോയുണ്ട് ഇതിനെ കൂടെ ആയിരിക്കും. ഇതിനെ വിടത്തില്ലല്ലോ. രുദ്രൻ തുള്ളിയേ. ഇതിലെ കൊറിയല്ലോ കൊറിയല്ലോ. യോ യോ സൂപ്പറാണ്.